മലബാർ ഒരു മുവഫഖായ ഭൂമിയാണ്, ഒരു തൗഫീഖുള്ള ഭൂമിയാണ്. മലബാറിൽ വെളിച്ചം അങ്ങിങ് ഇടക്കിടക്ക് ചില വെളിച്ചം കെട്ടുപോകുമ്പോഴത്തിന് അടുത്ത വെളിച്ചം ഉണ്ടാവും. അത് മലബാറിന് അള്ളാഹു നൽകിയ ഒരു തൗഫീഖ്. എന്താണ് ഈ തൗഫീഖിന് കാരണം? ഈ തൗഫീഖിന് കാരണം ഒരു പക്ഷേ ചക്രവർത്തി പെരുമാളായിരിക്കും. ചക്രവർത്തി പെരുമാൾ പുണ്യനബിയെ കേട്ടപ്പോൾ രാജ്യവും രാജസദസ്സും അന്തപുരവും അന്തപുര കന്യകകളും എല്ലാം, വീടും കുടുംബവും ഭാര്യയും മക്കളും എല്ലാം ഉപേക്ഷിച്ച് തേനീച്ച റാണിയിൽ അഭയം തേടി ചെല്ലുന്നത് പോലെ മധുനുകരൻ ഓടിയ ചക്രവർത്തിയാണ് കേരളീയ സരസിലെ ഏറ്റവും മഹാന്മാരിൽ ഒരാളായ ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു അൻഹു. പറ, വലിയ മഹാനാണ്, സ്വഹാബിയല്ലേ. അദ്ദേഹത്തിന് താജുദ്ദീൻ എന്ന് പേര് കൊടുത്തത് മുത്തനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി. കേരളത്തിന്റെ കിരീടം വെച്ച സുൽത്താനാണ്, കിരീടം വെക്കാത്ത സുൽത്താനല്ല. കിരീടം വെച്ചതും മനസ്സിലായില്ലേ? ചിലരെ പറ്റി നമ്മൾ കിരീടം വെക്കാത്ത സുൽത്താൻ എന്ന് പറയും. കേരളത്തിന്റെ കിരീടം വെച്ച സുൽത്താനാണ് ആര്? ചക്രവർത്തി പെരുമാൾ. അദ്ദേഹത്തിന്റെ ഒരു തൗഫീഖ്, അദ്ദേഹത്തിന്റെ ബറക്കത്താവാനാണ് സാധ്യത. അദ്ദേഹം എന്തുകൊണ്ട് സ്വഹാബികൾ ഈ ഭൂമണ്ഡലത്തിൽ ഏകദേശ ഭാഗങ്ങളിലെല്ലാം സ്വഹാബികൾ എത്തിപ്പെടുകയും അവിടെ അള്ളാഹുവിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കം ചില നാടുകളിൽ സ്വഹാബികൾ എത്തിയിട്ടില്ല. അവിടെ ഇപ്പോഴും ഇരുട്ട് ബാക്കിയുമുണ്ട്. ആ പ്രദേശങ്ങളെ പറയുന്നത് ഒരു സുഖമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, ഒറ്റക്ക് ചോദിച്ച പറയാം. ലോകത്തെ ചില രാജ്യങ്ങളിൽ സ്വഹാബികൾ എത്തിയിട്ടില്ല. ഞാൻ അതേക്കുറിച്ച് ഒരു ഗൗരവമായ പഠനം ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. സ്വഹാബികൾ എത്തിയ നാടുകളുടെ പ്രത്യേകതയും എത്താത്ത നാടുകളുടെ അപൂർണതയും അത് പഠിച്ചു നോക്കുമ്പോൾ അത്ഭുതകരം. എക്സാമ്പിൾ ഭൂട്ടാൻ എന്നൊരു പ്രദേശമുണ്ട്. ഭൂട്ടാൻ എന്ന പ്രദേശത്ത് സ്വഹാബികൾ എത്തിയതായ അറിവില്ല. ആ പ്രദേശത്തെ പറ്റി പഠിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ ആഴങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് പോകും. എന്നാൽ ഇന്ത്യ രാജ്യം അള്ളാഹു അനുഗ്രഹിച്ച ഒരു രാജ്യമാണ്. എന്താണ് ആ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം? ഇവിടെയാണ് ആദം ഇറങ്ങിയത് അലൈഹിസ്സലാം. സയ്യിദുനാ ആദം ഒന്നിരിക്കൽ തെക്കിറങ്ങി വടക്കോട്ട് നടന്നു, അല്ലെങ്കിൽ വടക്കിറങ്ങി തെക്കോട്ട് നടന്നു. എന്താണെങ്കിലും മറ്റൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ അതിനപ്പുറം ഒരു ചരിത്രം അംഗീകരിക്കൂല. എന്തുകൊണ്ട്? ലഭ്യമായ ചരിത്രങ്ങളിലെ കനകമാണ് ഞാൻ ഈ പറഞ്ഞത്. കേരളത്തിലാണോ ഇറങ്ങിയത് അതല്ല ഹിമാലയത്തിലാണോ ഇറങ്ങിയത് എന്നേ തർക്കമുള്ളൂ. ഒരു അഭിപ്രായം കേരളത്തിലാണ് ഇറങ്ങിയത്. ശ്രീലങ്ക അന്ന് കേരളത്തിന്റെ ഭാഗമാണ്. കേരളം അന്ന് കേരളമല്ല. കേരളത്തിൽ പേരുണ്ടാകാം, ഇല്ലാതിരിക്കാം, എങ്കിലും ദക്ഷിണേന്ത്യയുടെ ഭാഗമാണ് അന്ന് ശ്രീലങ്ക. പിൽക്കാലഘട്ടത്തിൽ പ്രളയമോ അതുപോലെയുള്ള കാര്യങ്ങളോ സ്ഫോടനമോ ഭൂമിയിൽ അന്തർഭാഗത്തുണ്ടാകുന്ന ചില പ്രത്യേകമായ സമ്മർദ്ദങ്ങളോ കാരണമായി ചിലപ്പോൾ ചില ഏരിയകളിൽ വെള്ളം പ്രവേശിക്കും, ചില ഏരിയകളിൽ വെള്ളം വലിയും. ഇങ്ങനെയൊക്കെയുള്ള തമോഗർത്തങ്ങൾ പല ഏരിയകളിലും ലോകത്തുണ്ടായിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല പ്രദേശങ്ങളിലും ഉണ്ട്. ചിലപ്പോൾ മരുഭൂമികൾ രൂപപ്പെടും, ചിലപ്പോൾ മരുഭൂമികൾ നാട്ടുപ്രദേശങ്ങളായി മാറും. ഇതൊക്കെ അടിക്കടി ഉണ്ടാകുന്ന സമുദ്രഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങൾ വഴി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം ഇടയിൽ ശ്രീലങ്കയുടെയും തെന്നിന്ത്യയുടെയും ഇടയിൽ ഒരു വിടവുണ്ടായത്. ആദം വരുമ്പോൾ അലൈഹിസ്സലാം അന്ന് തെന്നിന്ത്യയുടെ ഭാഗം തന്നെയാണ് എന്ത്? ശ്രീലങ്കയും. അവിടെ ആയിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക സയ്യിദുനാ ആദം. ഉറക്കപ്പറ, സയ്യിദുനാ ആദം അലൈഹിസ്സലാം അങ്ങനെയാണ്. ഇവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു കാൽപ്പാടമുണ്ട്. അത് ഇങ്ങോട്ട് മടങ്ങുന്ന കാലല്ല, അങ്ങോട്ട് പോകുന്ന കാലം. ആ കാൽ തെക്ക് നിന്ന് വടക്കോട്ടാണ്. ഇങ്ങനെ കാലിങ്ങനെയാണ്. അതും പഠിക്കുന്നവർക്ക് അടയാളമായിരിക്കാം, പഠനം നടത്തുന്നവർക്ക്. ആദമിന്റെ കാൽപ്പാദം പലയിടത്തുണ്ട് അലൈഹിസ്സലാം. കേരളത്തിൽ കാണുന്ന കാൽപാദത്തിന്റെ അടയാളം തെക്കുന്ന വടക്കോട്ടാണ്. അതുകൊണ്ട് എന്റെ ഒരു വീക്ഷണം ഏകദേശം ദക്ഷിണേന്ത്യയിൽ ഇറങ്ങി ഉത്തരേന്ത്യയിൽ വഴി മക്കയിലേക്ക് പോയിട്ടുണ്ടാകും സയ്യിദുനാ ആദം. അപ്പോൾ ഇന്ത്യ മഹാരാജ്യം അങ്ങനെ അനുഗ്രഹീതമായ ഒരു മണ്ണാണ്. അതിൽ ഏറെ അനുഗ്രഹീതമാണ് ബഹുമാനപ്പെട്ട കേരളം. എന്തുകൊണ്ട്? പഴയ കാലം മുതലേ സ്വഹാബികളുമായ വർത്തകരായ സ്വഹാബികളുമായി ബന്ധമാണ് കേരളത്തിനാണ്. ഞാൻ എന്തുകൊണ്ടാണ് സിറാജുദ്ദീനെ പോലെയുള്ള ആളുകളെ റളിയല്ലാഹു അൻഹു കേരളം അനുഗ്രഹീതമായത് എന്ന് ചിന്തിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ നീണ്ടുപോകും.
അതിന്റെ കൂടെ തന്നെ ഇന്റലിജന്റ് ആയി വരണം. ഒരു പ്രഭാഷണത്തിന്റെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആ സദസ്സിലുള്ള ആളുകൾ കൃത്യമായി ലിസണർ ആവുകയെന്നുള്ളതാണ്. വളരെ ഇന്റലിജന്റ് ആയി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട, ഇതിലൂടെ നിങ്ങളെ മനസ്സിൽ കടന്നുപോയാൽ തന്നെ മതിയോ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ അമീബ അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. കേരളത്തിന് വലിയ അനുഗ്രഹം എന്താണ്? കേരളത്തിന് വലിയ അനുഗ്രഹം അറബികളുടെ കച്ചവടം. ലോകത്ത് ഏത് കാലഘട്ടത്തിലും BC 2000 BC 2000 എന്ന് പറഞ്ഞാൽ സയ്യിദ് ഇബ്രാഹിമിന്റെ കാലഘട്ടം അലൈഹിസ്സലാം, അന്ന് വരെയുള്ള ചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് പരിശോധിച്ചാലും അറബ് സമൂഹത്തിന് വലിയൊരു ബന്ധമുണ്ട്. പിന്നെ മുസ്താറബുകൾ വന്നു, അറബ് സിവിലൈസേഷൻ വളർന്ന് വികസിച്ചു. AD BC 10ാം നൂറ്റാണ്ട് 9ാം നൂറ്റാണ്ട് 8ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തിന് വലിയ വികാസം അറബ് സിവിലൈസേഷൻ വന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം ലോകത്തെ ബിസിനസ് മധ്യവർത്തികൾ അറബികളാണ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചരക്കുകൾ യൂറോപ്പിലെത്തിക്കുക, യൂറോപ്യൻ ചരക്കുകൾ ഇങ്ങോട്ടെത്തിക്കുക, അത് രണ്ടിന്റെയും മധ്യവർത്തികളായിരുന്നു അറബികൾ. അതാണ് സത്യത്തിൽ റോമും അബ്സീനിയയും ചേർന്ന് ഇടയിൽ ഒരാളെ ഉണ്ടാക്കി അറബ് മെജോറിറ്റി തകർക്കാൻ ശ്രമിച്ചത് AD 571. അഥവാ അറബിന്റെ മെജോറിറ്റി തകർക്കലായിരുന്നു ലക്ഷ്യം. എന്തുകൊണ്ടുണ്ടായ ലക്ഷ്യം? AD 571 അറബ് മെജോറിറ്റി തകർക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ അബ്രഹത്ത് വന്നത്. അബ്രഹത്തിന് അല്ലാത്ത താല്പര്യമൊന്നുമില്ല. അബ്രഹത്ത് ഒരു തനി രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും മതവിശ്വാസങ്ങളിൽ ആഴമുള്ള വിശ്വാസങ്ങൾ കുറയും. അവർക്ക് മതത്തെ അവർ ഒരു മാധ്യമമാക്കുകയാണ് ചെയ്യുക. ആഴമുള്ള മതവിശ്വാസികൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ടാകും. പക്ഷെ അവർ ആഴമുള്ള രാഷ്ട്രീയക്കാരാവില്ല. ആഴമുള്ള രാഷ്ട്രീയക്കാർ ആഴമുള്ള മതവിശ്വാസികളാവില്ല. പലപ്പോഴും രാഷ്ട്രീയം മതത്തെ ഉപയോഗപ്പെടുത്തും. അത് തന്നെയാണ് അബ്രഹത്തും ചെയ്തത്. അബ്രഹത്ത് എന്താ ചെയ്തത്? അബ്രഹത്ത് ഒരു തനി മതവിശ്വാസിയല്ല. പക്ഷേ അദ്ദേഹത്തിന് ചില താല്പര്യങ്ങളുണ്ട്. ബിസിനസ് താല്പര്യം. അറബ് സമൂഹത്തിന് മെജോറിറ്റി തകർക്കണം. ആ തകർത്താൽ ഏഷ്യൻ ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ കച്ചവടം ഇവരുടെ കൈവശം വരും, അബസീനിയക്കാരുടെ. അതിനെ അറബികളെ മാനം കെടുത്തണം. എല്ലാ ചന്തകളിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും അവർ തിരസ്കരിക്കപ്പെടണം. അതിനെ അവരെ മാനം കെടുത്തണം. അവരുടെ മാനം കെടുത്തുക എന്നാൽ അവരുടെ ആത്മഗേഹമാണ് കഅബാലയം. അത് പൊളിച്ചാൽ അറബികൾ മാനം കെടും. മനസ്സിലായോ പറഞ്ഞത്? അതിനുവേണ്ടി വന്ന ആളായിരുന്നു AD 571 ആര്? അബ്രഹത്ത്. ആ വർഷം തന്നെയാണ് പുണ്യ റസൂൽ ജനിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഈ അറബ് സമൂഹത്തിന് ഏറെ ബന്ധമുള്ള നാടാണ് കേരളം, ദക്ഷിണേന്ത്യ. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ ആദമിന്റെ മണ്ണല്ലേ അലൈഹിസ്സലാം, സ്വാഭാവികമായി. ഇങ്ങനെ വന്നപ്പോൾ പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതോടുകൂടെ ഒരു പൂങ്കാറ്റ് പോലെ കേരളത്തിൽ നബിയെ കുറിച്ചുള്ള ഖ്യാതി പരന്നത് എളുപ്പമായി. വഹി ഇറങ്ങുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ വഹിയിന്റെ അംശങ്ങൾ എത്തിയിട്ടുണ്ട്. വഹിയിന്റെ അംശം ഏതൊരു നാട് സ്വീകരിച്ചാലും സാഹിബുൽ വഹിയിന് അതേക്കുറിച്ച് ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ സാഹിബുൽ വഹിയാകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ മാണിക്ക കൊട്ടാരത്തിൽ ഏറെ സ്ഥാനം ലഭിച്ച നാടാണ് കേരളം. അതാണ് കേരളത്തിന്റെ ബർക്കത്ത്. വളരെ ചിന്തിക്കണം. ഞാൻ അതിന്റെ ചരിത്ര ആഴത്തിൽ പോകൂല, ഞാൻ ഓടി വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നാടാണ് മലബാർ. കൃത്യമായി പറഞ്ഞാൽ മലബാറിലെ ആദ്യത്തെ പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ്. ഈ താരീഖ് പലപ്പോഴും ചരിത്രകാർക്ക് മുന്നിൽ സ്ഥാപിക്കപ്പെടാത്തത് കൊണ്ടുവരുന്നതാണ് പിന്നീടുണ്ടായ ചില വ്യത്യാസങ്ങൾ. ഏറ്റവും ആദ്യത്തെ പള്ളി കണ്ണൂരാകണം എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. അത് ധർമ്മടത്തുള്ള അല്ലെങ്കിൽ അത് കൃത്യമായി പറഞ്ഞാൽ പഴയങ്ങാടിയിലുള്ള മാടായി പള്ളിയാണ്. ഹിജ്റ 5 ആ പള്ളി ഉണ്ടാകുന്നത്. ഹിജ്റ 5 എന്ന് പറഞ്ഞാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അന്ന് 58 വയസ്സാണ്. അഥവാ കണ്ണൂർ മാടായി പള്ളി ഉണ്ടാക്കി പിന്നെയും 5 കൊല്ലം കഴിഞ്ഞാണ് പുണ്യനബി വഫാത്തായിട്ടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മലബാറിനെ പറ്റി വ്യക്തമായ ധാരണ ആർക്കുണ്ട്? പുണ്യ റസൂലിനുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? വഖദ് യൻസിലു ഇലൈഹിൽ വഹ്യു, വഹ്യ് സദാസമയവും ഇറങ്ങി വരുന്ന മഹാനാണല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. ഇതാണ് ഈ നാടിന്റെ പ്രത്യേകത. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഇനാറത്ത്
وداعيا إلى الله بإذنه وسراجا منيرا. ആ പ്രകാശം നേരത്തെ സ്വീകരിക്കാൻ മലബാറിന് കഴിഞ്ഞു. അതുകൊണ്ട് മലബാറിൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ അന്ന് മുതൽ ഇന്ന് വരെയും മലബാറിൽ വലിയ വലിയ മഹത്തുക്കൾ വന്നിട്ടുണ്ട്. വലിയ മഹത്തുക്കൾ വന്നിട്ടുണ്ട്. വലിയ വലിയ ആരിഫ്യങ്ങൾ, സിദ്ദീഖ്യങ്ങൾ. മലബാറിൽ ദർസ് ഇല്ലാത്ത കാലഘട്ടം ഉണ്ടാവില്ല. ഏത് കാലഘട്ടത്തിലും ഉണ്ടായി. ദർസ് എന്നാൽ എന്താണ്? ദർസ് എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ തുടങ്ങി വെച്ചതാണ് ദർസ്. അതങ്ങനെ തന്നെ പറിച്ചു നടപ്പെട്ടു. എങ്ങോട്ട്? മലബാറിലേക്ക്. അതിന്റെ അലയൊലികൾ മലബാറിൽ ഉണ്ടായി. അതനുസരിച്ച് വലിയ കുബാരിയങ്ങളായ ആലിമ്യങ്ങൾ ഉണ്ടായി. ലോകത്തെ അതിപ്രധാനപ്പെട്ട ഉലമാക്കൾ ഉണ്ടായി. വലിയ വലിയ ആലിമ്യങ്ങൾ, വലിയ വലിയ കിതാബ് ഉണ്ടാക്കിയവർ. ബഹുമാനപ്പെട്ട സഈദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവർ മഖ്ദൂമികളിൽ എത്തിച്ചേരും. മഖ്ദൂമികൾ ആരാ? മഅബരി തങ്ങൾ മാത്രം 21 കിതാബ് എഴുതിയിട്ടുണ്ട്. ഇവരുടെ വല്യപ്പ നമ്മൾ സഈദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹു അവരെ നമ്മൾ പരിശോധിച്ചാൽ അവരെ പൊന്നാനിയുടെ ബാക്കിയാണ്. ഹിജ്റ 1277 അവർ ജനിക്കുന്നത് കോടഞ്ചേരിയിലാണ്. കോടഞ്ചേരി എന്നാൽ അതൊക്കെ പൊന്നാനി പരിസരമാണ്. പൊന്നാനി മഖ്ദൂമികൾ ആരാണ്? ഇൽമിനും തഖ്വക്കും വലിയ നേതൃത്വം നൽകിയ മഹാന്മാരാണ് അവർ. അവരുടെ ഭക്തിയത്താണ് ഇന്നീ കാണുന്നതെല്ലാം. ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ മഅബരി തങ്ങള് പൊന്നാനിയിൽ പള്ളി സ്ഥാപിച്ചു. വളരെ വലിയ ദർസ് സ്ഥാപിച്ചു. കിതാബുകൾ 21 കിതാബാണ്. അറിയപ്പെട്ടത് ഇപ്പോൾ, അറിയപ്പെടാത്തത് അല്ലാഹു അഅലം. മുത്തഫരിദ് അടക്കമുള്ളത് അതിന്റെ ബാക്കിയ. അദ്കിയ അവരുടേതാണ്. മുത്തഫരിദ് അവരുടേതാണ്. ഇർഷാദ് അവരുടേതാണ്. ഇങ്ങനെ അനവധി കിതാബുകൾ മഖ്ദൂമിൻ്റെതായി ഉണ്ട് റളിയല്ലാഹു അൻഹു. അവരുടെ പേരമകനാണ് ബഹുമാനപ്പെട്ട രണ്ടാം മഖ്ദൂം. ഇവിടെ ചോമ്പാലിൽ കിടക്കുന്ന, കുഞ്ഞിപ്പള്ളിയിൽ കിടക്കുന്ന അവരാണ് ഫത്ഹുൽ മുഈൻ എഴുതിയത്. അതിനെ ലോകരാജ്യങ്ങളിൽ മുഴുവനും വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതിന്റെ എല്ലാം ഇതിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ജനത, പാഠം ഉൾക്കൊണ്ടവർ അടിക്കടി മലബാറിന് നവോത്ഥാനം നൽകിക്കൊണ്ടേയിരുന്നു. എല്ലാ നാടുകളിലുണ്ട്. നമ്മൾ അറിയപ്പെട്ട മക്ബറകൾ ഉണ്ട്, അറിയപ്പെടാത്ത മക്ബറകൾ ഉണ്ട്. അറിയപ്പെട്ട മക്ബറകൾ ഉണ്ടാവും. അറിയപ്പെടുന്നതിൽ അവർക്ക് വിരോധമില്ല. അറിയപ്പെടുന്നത് കൊണ്ട് ആ നാട്ടിലെ ദീനിന് ഹയാത്ത് ഉണ്ടാകുമ്പോൾ അവർ അറിയപ്പെടുന്നതിൽ വിരോധമാവൂല. ചില മശായിഖന്മാർ അറിയപ്പെടാൻ കൊതിക്കൂല. ഹുമൂലാവും, ജീവിച്ചാലും മരിച്ചാലും. ചില മഹാന്മാരുണ്ട്, അവർ ജീവിച്ചാലും ഹുമൂലാവും, മരിച്ചാലും ഹുമൂലാവും, മറിഞ്ഞു കിടക്കും. ചില ആളുകളെ പിൽക്കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ. ബഹുമാനപ്പെട്ട സഈദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ്. ഇവരെ പറ്റി നമ്മൾ സഈദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മൾ പഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിന് അനിവാര്യമായി ചെയ്ത ഒരു നിഅമത്താണ് സഈദ് സിറാജുദ്ദീൻ എന്ന് കണ്ടെത്താൻ റളിയല്ലാഹു അൻഹു. വെറുതെ ഇരിക്കരുത്. അല്ലാഹു അവരുടെ ദറജകളെ ഏറ്റി കൊടുക്കട്ടെ. വളരെ ചിന്തിക്കണം. അതായത് ഒരു നാട് ഇരുട്ടിൽ അകപ്പെട്ടാൽ ഏത് വഴിയിലൂടെയാണോ അവർക്ക് ഇരുട്ട് വന്നത് ആ വഴിയിൽ ഇരുട്ടകറ്റുക എന്നതാണ് അടിസ്ഥാനപരമായി അല്ലാഹുവിന്റെ നിഅമത്ത്. ഇപ്പൊ ഇന്ന് വൈകുന്നേരം മെഹറാജാണ്. ഇന്ന് രാത്രി പറയുന്ന മെഹറാജ് ആയിരിക്കണം. 2 ആഴ്ച കഴിഞ്ഞാൽ ശഅബാൻ 15 അപ്പോൾ പറയേണ്ട ബറാത്തായിരിക്കണം. അവസരോചിതമാണ് വരേണ്ടത്. അത് അല്ലാഹുവിന്റെ നിഅമത്തും അങ്ങനെയാണ്. ഒരു ജനതയിൽ ദീൻ നശിക്കുമ്പോൾ ആ ജനതയിൽ അന്ധവിശ്വാസം വളരും. അന്ധവിശ്വാസം വളർന്നാൽ അതിൽ മുതലെടുക്കുക കള്ള ആത്മീയവാദികളും ജ്യോത്സ്യന്മാരുമായിരിക്കും. സത്യത്തിൽ കള്ള ആത്മീയവാദികളെയും കള്ള ജ്യോത്സ്യന്മാരെയും എല്ലാം തനിനിറം തുറന്നു കാട്ടുകയും അവരുടെ സ്വാധീനത്തെ ഇല്ലാതാക്കുകയും ചെയ്ത നവോത്ഥാന പുരുഷൻ ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ. അതൊരു നിയോഗമാണ്. അവർ വരുന്ന ഒരു കാലഘട്ടം നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അവർ വരുന്ന കാലഘട്ടം സഈദ് സിറാജുദ്ദീൻ തങ്ങളുടെ പ്രത്യേകത എന്താ? അത് നിറഞ്ഞ ആലിമാണ്. തന്റെ നാട്ടിൽ തന്റെ കുഞ്ഞഹമ്മദ് എന്ന ആളാണ്, കോടഞ്ചേരിയിലെ പ്രധാനിയാണ് അവരുടെ ഉപ്പ. അവർ വലിയ മഹാനും വലിയ സാഹിബുൽ ഫളലും വലിയ മുതദയ്യിനും വലിയ ദീനുള്ള മഹാനുമായിരുന്നു
സയ്യിദ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ദീൻ പഠിച്ചു. ദീൻ പഠിക്കാനുള്ള ആ കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ അടുത്ത് മുഴുവനും ബഹുമാനപ്പെട്ട സഈദ് എന്ന കുഞ്ഞുമോനെ കൊണ്ടുപോയി അവർ തന്നെ ഏൽപ്പിച്ചു. ഈ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്കാലം മുതലേ ചില പ്രത്യേകതകൾ നൽകി. ഇബാദത്തിലെ ലദ്ദത്ത്, ആരാധനാ തൽപരത. ചിലർക്ക് ആരാധന തക്ലീഫായിരിക്കും, ചിലർക്ക് ആരാധന ലദ്ദത്തായിരിക്കും. അവർ മരിച്ചാലും ആരാധിക്കും. റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി, മരിച്ചിട്ട് 2000 കൊല്ലം മുമ്പ് മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോലത്തെ ആളുകളും അവർ വ്യത്യാസമുണ്ട്. ചില ആളുകൾ അവർ കുഞ്ഞിക്കാലം മുതലേ വല്ലാത്ത ആരാധനാ താല്പര്യം കാണിക്കും. എന്തുകൊണ്ട്? ആരാധന വിട്ടിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. കുട്ടിക്കാലം മുതലേ വലിയ ആബിദായിരുന്നു ബഹുമാനപ്പെട്ട സഈദ് എന്ന ഈ കുഞ്ഞുമോൻ. വലിയ ആരാധനാ തൽപരനാണ്. പഠിച്ചതനുസരിച്ച് ഇബാദത്ത് ചെയ്യും. വലിയ ആബിദ. അതായത് സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളൊന്നും ബഹുമാനപ്പെട്ട സഈദ് എന്ന ഈ കുഞ്ഞുമോനിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ സമുന്നതമായ വിജ്ഞാനം നേടി ഈ സഈദ് എന്ന കുഞ്ഞുമോൻ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക തൗഫീഖ് കൊണ്ട് ലോകത്തെ മശായിഖന്മാരിൽ നിന്ന് റിയാലയും ദിക്റുകളും ചില വളീഫകളും ചില ഔറാദുകളും നേടിയെടുക്കാനും അഖ്ലാഖുകൾ സമ്പാദിക്കാനും വേണ്ടി അവർ പുറപ്പെട്ടു. ബഗ്ദാദിൽ എത്തിച്ചേർന്നു. അക്കാലത്ത് ഇന്നിപ്പോൾ ബഗ്ദാദിൽ എത്തുക എന്നതൊരു പ്രയാസമുള്ള കാര്യമല്ല. അക്കാലത്ത് ബഗ്ദാദിൽ എത്തൽ ഒരു പ്രയാസമാണ്. ബഗ്ദാദിൽ അനവധി കാലഘട്ടം താമസിച്ചു. ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മശായിഖന്മാരുടെ ചില കേന്ദ്രങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാണ് ബഗ്ദാദ്, ഒന്നാണ് ബസ്ര, ഒന്നാണ് ഡമസ്കസ്, ഒന്നാണ് മദീന, ഒന്നാണ് മക്ക. ഇവിടെയൊക്കെ സിദ്ദീഖീങ്ങളായ ആരിഫീങ്ങൾ വന്ന് കഴിഞ്ഞു. ഒന്നാണ് കെയ്റോ, വലിയ വലിയ ആരിഫീങ്ങൾ വന്ന് കഴിഞ്ഞുകൂടും. ഇന്ത്യയിൽ ഡൽഹി, ബോംബെ, ഡൽഹിയിൽ ഉണ്ടായ ആരിഫീങ്ങൾക്ക് മറവിച്ച് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആരിഫീങ്ങൾക്ക് കൈവണക്കില്ല. ബോംബെയിൽ എത്ര മനുഷ്യന്മാർ പുറത്തുണ്ടോ അതിന്റെ ഒരു 10% ആരിഫീങ്ങൾ താഴെ ഉറക്കി കിടക്കുന്നുണ്ട്, മിച്ചക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ അക്കാലഘട്ടത്തിൽ ഏറെ ഇക്കാലത്തും അറിയപ്പെടുന്ന ആരിഫീങ്ങളുടെ മണ്ണാണല്ലോ ബഗ്ദാദ്. ബഗ്ദാദിൽ അനവധി കാലഘട്ടം താമസിച്ചു ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹു. സഈദ് എന്നവര്, സിറാജുദ്ദീൻ എന്നത് പിന്നീട് ലഭിച്ചിട്ടുള്ള അപരനാമമാണ്. ദീനിനെ അവർ വെളിച്ചം നൽകിയപ്പോൾ പിൽക്കാലഘട്ടത്തിലെ ഉലമാക്കളും മശായിഖന്മാരും ബഹുമാനപ്പെട്ടവർക്ക് നൽകിയ സമ്പൂർണ്ണ നാമമാണ് സഈദ് സിറാജുദ്ദീൻ എന്ന നാമം. പിന്നെ അവർ ഉമ്മു ഉബൈദയിൽ താമസിച്ചു. ഉമ്മു ഉബൈദയിൽ പലവട്ടം 1-2 തവണ ഞാൻ പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ ആലോചിച്ചു. ഞാൻ ഈ അദ്ദേഹത്തിന്റെ താരീഖ്, മഹാനവറുകളുടെ താരീഖ് പഠിച്ചപ്പോൾ ഞാൻ ഉമ്മു ഉബൈദയിലൊക്കെ ആ കാലഘട്ടത്തിൽ വലിയൊരു കാലം മുമ്പാണല്ലോ അത്. അക്കാലത്ത് ഒരു ഉമ്മു ഉബൈദയിലൊക്കെ താമസിച്ചത് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. എത്ര ഉമ്മു ഉബൈദയിലൊക്കെ എത്തിച്ചേരാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇന്നും ബഗ്ദാദിൽ പോയാൽ തന്നെ ഉമ്മു ഉബൈദയിൽ പോവില്ല. ഞാനൊരിക്കൽ ബസറയിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരുമ്പോൾ ഡ്രൈവറോട് ഉമ്മു ഉബൈദ വഴി പോകണം എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ദേഷ്യം വന്നു. എന്തുകൊണ്ട്? പോകാറില്ല. ഒരു ഇടുങ്ങിയ വഴിയാ. ഇന്ന് പോലും വളരെ പ്രയാസമുള്ള ഒരു ഏരിയയാണ് ഉമ്മു ഉബൈദ. ഉമ്മു ഉബൈദയിലാണല്ലോ ആര് കിടക്കുന്നത്? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പ്രദേശമാണ് ഉമ്മു ഉബൈദ. വളരെ പ്രയാസമുള്ള പ്രദേശമാണ്. ഒരു കർഷക ഏരിയയാണ്. വളരെ പ്രയാസമാണ്. ബസ്രയിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരുന്ന റൂട്ടിൽ കിട്ടൂല. ബഗ്ദാദിൽ നിന്ന് ബസ്രയിലേക്ക് പോകുന്ന റൂട്ടിലും കിട്ടൂല. കൂഫയിൽ പോകുന്ന റൂട്ടിലും കിട്ടൂല. നജഫിൽ പോകുന്ന റൂട്ടിൽ കിട്ടൂല. ബസ്രയിൽ പോകുന്ന റൂട്ടിലും കിട്ടൂല. പക്ഷേ ആ ഉമ്മു ഉബൈദയിലും എത്തിച്ചേർന്നു. അനവധി കാലഘട്ടം അവിടെ നിന്നൊക്കെ അവർ നേടിയ വിജ്ഞാനങ്ങൾ, റിയാലുകൾ അതിന് കയ്യും കണക്കുണ്ടാവില്ല. അല്ലാഹു അഅലം. പിന്നെ അവർ നേരെ അജ്മീറിൽ വന്നു. ഇന്ത്യയുടെ സുൽത്താൻ, ലോകത്തിന്റെ സുൽത്താൻമാരുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയുടെ സുൽത്താന്റെ നാട്ടിലെത്തി. അതാണല്ലോ അജ്മീർ. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. വളരെ ചിന്തിക്കണം. മശായിഖമാർ എപ്പോഴും നടക്കും. എന്തുകൊണ്ട്? അവർക്ക് ഇങ്ങനെ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശാസ്ത്ര ഗവേഷണം നടത്തും ഇത് മനസ്സിലാക്കാൻ. മഹാന്മാർ ലോകത്ത് കിടക്കുന്ന ഔലിയാക്കന്മാരെ കണ്ടെത്തും. സനുരീഹിം, അവർക്ക് നാം കാണിച്ചു കൊടുക്കും.
ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഫിൽ ആഫാഖി ചക്രവാളങ്ങളിൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് പരന്നു കിടക്കുന്ന അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ വരെ അതിന്റെ അർത്ഥപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ പറ്റി. ഇങ്ങനെ അജ്മീറിൽ വന്നു. അജ്മീറിൽ നിന്ന് അവർ പിന്നെ നേരെ നാഹൂരിൽ വന്നു. ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് നാഹൂരി റളിയല്ലാഹുവിന്റെ നാട്ടിൽ. ചിന്തിക്കണം, വളരെ ആലോചിക്കണം. ഇൽമ പഠിച്ച് വലിയ ആലിമായി, വലിയ ആരിഫായി, വലിയ മഹാനായിട്ട് പിന്നെ ലോകത്തെ അനവധി മശായിഖന്മാരുടെ നാടുകളിൽ ചുറ്റി നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത്. ചിന്തിക്കണം. അവർക്ക് തന്നെ വഫാത്താകുമ്പോൾ 91 ഖമരിയായി 101. ഇത് എത്രാമത്തെ വരുന്നത്? എത്രാമത്തെ ഉറൂസ? 64. വഫാത്തായിട്ട് 64. അവർക്ക് ഖമരിയായി നോക്കുകയാണെങ്കിൽ 101 വയസ്സ്. അപ്പൊ ഒന്ന് കൂട്ടി നോക്കി. അപ്പൊ ഏത് കാലത്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അത് വളരെ നാഹൂരിൽ വന്ന് താമസിച്ചു. ദക്ഷിണേന്ത്യയിൽ തസറുഫിന് അധികാരമുള്ള വലിയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഷാഹുൽ ഹമീദ് നാഹൂരി. ഷാഹുൽ ഹമീദ് തങ്ങളെ അവിടെ നിർത്തിയത് സയ്യിദുൽ ഖൗം അബുൽ അബ്ബാസ് അൽ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ദക്ഷിണേന്ത്യയിലെ കാര്യം നോക്കാൻ വേണ്ടി മഹാനായ ഷാഹുൽ ഹമീദ് റളിയല്ലാഹു അൻഹുവിനെ നാഹൂരിൽ നിർത്തിയിട്ടുള്ളത് മറ്റാരുമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്ന മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. പിന്നെ മുത്തുപേട്ടയിൽ പോയി. പിന്നെ ബഹുമാനപ്പെട്ട മഹാനായ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ സർവാംഗീകൃതനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ കറാമാത്തുകൾ, അത്ഭുതങ്ങൾ വെളിവാക്കി ജനങ്ങൾക്ക് അനവധി ഉപകാരങ്ങൾ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനാണല്ലോ ആര്? ഖുത്ബ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാഹിൽ ഇർബാഡി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പ്രത്യേകമായി ഇതിന് കിട്ടി കേരളത്തിലേക്ക് തിരിച്ചു വരാൻ. എന്നിട്ട് ഇരുളടങ്ങിയ മനുഷ്യ മനസ്സിലേക്ക് ദീന് നൽകാൻ. അക്കാലത്തെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? അക്കാലത്തെ ദീൻ എന്ന് പറഞ്ഞാൽ കള്ള ത്വൽസമാത്തുകളെ അവലംബിക്കല. ത്വൽസമാത്ത് എന്നാൽ കള്ള ത്വൽസമാത്ത്, അസ്മാ അല്ല. അതായത് ആത്മീയത്തെ ദീനില്ലാതെയായാൽ പിന്നെ സ്വഭാവം അങ്ങനെയാണ്. ദീനില്ലാതെയായാൽ അവിടെ കൂടോത്രം വളരും ദീനിന്റെ പേരിൽ. ഇസ്രായേലികൾക്ക് ദീൻ നഷ്ടപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായത്? ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് പോകാം. വേഗം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതിന് തെളിവ് വേഗം പറഞ്ഞുതരാം. ഒരു ജനതയിൽ ദീൻ നഷ്ടപ്പെട്ടാൽ ആ ജനതയിൽ വേഗം ജ്യോത്സ്യപ്പണി ഉണരും. ഒരു ജനതയിൽ ദീൻ ഇല്ലാതായാൽ ആ ജനതയിൽ അന്ധവിശ്വാസം അധികരിക്കും. പിന്നെ അവർക്ക് രാത്രി കൂടോത്ര പണി കൂടും. കൂടോത്രക്കാർക്കും പണിക്കാർക്കും വലിയ പരിപാടിയായിരിക്കും. ഒരു ജനതയിൽ എന്തില്ലെങ്കിൽ പറയൂ, എന്തില്ലെങ്കിൽ ദീനില്ലെങ്കിൽ. ആ കാലഘട്ടം അതാണ്. ഇവിടെ 2-3 ആളുകൾ പണി നടത്തിയിട്ടാണ് ഈ കാണുന്നത്. നമ്മൾ വിചാരിക്കുന്ന നമ്മളെ പണിയാണ്. ഒരിക്കലുമല്ല, നമ്മൾ കൊയ്ത്തുകാരാണ്. ഏതാണ് ഈ കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ? ഇന്നിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊയ്ത്താണ്. പണി നടത്തിയത് അവരാ. അത് കുറഞ്ഞ ആളുകൾ പണി നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അമ്പകുന്നത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട വീരനൽ ബാബ. ഒരാളാണ് ബഹുമാനപ്പെട്ട അയിലക്കാട് കിടക്കുന്ന ഷെയ്ഖ് സിറാജുദ്ദീൻ. അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. സംശയിക്കണ്ട. ഈ ആളുകളൊക്കെ മലബാറിൽ ചെയ്തൊരു സേവനം വളരെ വലുതാണ്. ഞാൻ ഒരൊറ്റ ആയത്തോടി പോകാം. ഒരു ജനതയിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഒരു ജനതയിൽ ദീൻ മറഞ്ഞാൽ ആ ജനതയിൽ കൂടോത്രം ഉടരും, അന്ധവിശ്വാസം അധികരിക്കും, ജ്യോത്സ്യന്മാർക്ക് പണി കൂടും, തല കെട്ടിയവരും തല കെട്ടാത്തവരും ആത്മചികിത്സാരികളായിരിക്കും. കാരണം ഏത് അറിവില്ലാത്തവനും പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ് എന്ത്? ആത്മീയ ചികിത്സ. അതിനടിയിരിക്കും. അതിൽ അവർ എല്ലാം ചൂഷണം ചെയ്യും. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. അഭിമാനം ചൂഷണം ചെയ്യും, പണം ചൂഷണം ചെയ്യും. ഈ കാലഘട്ടത്തിലാണ് ഷെയ്ഖ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി നേരെ തിരിച്ചു വരുന്നത്. വീടില്ല. അന്ന് പെങ്ങളെ കെട്ടിച്ച നാടാണ് അയലക്കാട്. അപ്പോൾ പിന്നെ പെങ്ങളടുത്തേക്ക് വന്നു, അവിടെ താമസിച്ചു. വീടില്ല, മരിക്കണത് വീടില്ല, ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടുമില്ല. ആ താൻ കിടക്കുന്ന മണ്ണ് അവസാനം തന്റേതാക്കി. അങ്ങനെ തന്നെയല്ലേ? താൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സിറാജുദ്ദീന്റെ വീടെന്നാൽ അവസാനം അവർ നടക്കുന്ന മക്ബറ അവർ പൈസ വാങ്ങിയതാ. അതാണ്. വീടില്ല, ഒന്നും
ബന്ധമൊന്നുമില്ല, അയലക്കാട്ടുകാരനല്ല, കോടഞ്ചേരിക്കാരനാണ് അസ്ലൻ. പെങ്ങളെ കെട്ടിച്ചിട്ടുണ്ട് അയലക്കാട്ടിലേക്ക്, അതുകൊണ്ട് അയലക്കാട്ടുകാർ ഭാഗ്യവാന്മാരായി. അതിനെന്തോ കാരണം ഉണ്ടാവും? അയലക്കാട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അക്കാലത്ത് വലിയ വലിയ നല്ല നല്ല മനുഷ്യന്മാര് താമസിച്ചിരുന്ന നാടാണ് അയലക്കാട്. ഒരു നിലക്ക് ഏറ്റവും കുപ്രസിദ്ധർ താമസിച്ച നാടുമാണ് അയലക്കാടിന്റെ പരിസരം. അപ്പോൾ അങ്ങനെയാണല്ലോ, ഒരു കമ്പനി വർക്ക് ചെയ്യണമെങ്കിൽ അസംസ്കൃത പദാർത്ഥങ്ങൾ വേണം. എന്താ പറയാ, ഒരു കമ്പനിക്ക് റോ മെറ്റീരിയൽസ് വേണ്ട, അസംസ്കൃത പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിലേ സ്റ്റീൽ കോംപ്ലക്സ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? പഴയ ഇരുമ്പ് നാട്ടിൽ വേണം, അല്ലെങ്കിൽ ശുദ്ധീകരിക്കാത്ത ഇരുമ്പ് വേണം. എല്ലാ ഇരുമ്പും ശുദ്ധീകരിച്ചതാണെങ്കിൽ പിന്നെ സ്റ്റീൽ കോംപ്ലക്സിന് എന്താ പണി? അസംസ്കൃത പദാർത്ഥങ്ങൾ ഉണ്ടാകുമ്പോഴേ ഒരു റിഫൈനറിക്ക് അവിടെ പണിയുള്ളൂ. ഇങ്ങനെയുള്ള ഏകദേശമെല്ലാം ദുർനടപ്പുകാരും കള്ളന്മാരും മോശപ്പെട്ടവരും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരെയും സമ്പത്തിനെയും പെണ്ണിനെയും കൊള്ളയടിക്കുന്നവരുമായ കള്ള ചികിത്സാരികളുടെയും നാടാണ് ആ ഏരിയ. അതൊരു നിലക്ക് അവരവിടെ ഇരിക്കേണ്ടത് തന്നെയായിരിക്കാം. അവിടെ വന്നിരുന്നു. അല്ലെങ്കിൽ അസിൽ നോക്കിയാൽ അവർക്ക് പൊന്നാനിയിലേക്ക് പോകാം. പൊന്നാനിക്ക് ഇവരെ കൊണ്ടൊരു മഹത്വം കിട്ടാനില്ല. പൊന്നാനി നേരത്തെ തന്നെ മഹത്വപ്പെട്ട നാളാണ്. മുത്തുനബി എന്ത് റമദാനിൽ ജനിക്കാതിരുന്നു എന്ന് ചോദിച്ചതിന് മശായിഖമാർ മറുപടി പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ജനിച്ചാൽ റമദാനിന്റെ മഹത്വം കൊണ്ടാണ് എന്ന് വിചാരിച്ചു. ഇത് മുത്തുനബിയുടെ മഹത്വം റബീഉൽ അവ്വലിന് ലഭിക്കണം. ഒരു പ്രത്യേകമായ ശറഫ് അറിയപ്പെടാത്ത ഒരു കാലം ഹബീബായ നബിയെ കൊണ്ട് ശറഫുള്ളതായി മുത്തു മുഹമ്മദ് മുസ്തഫ. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം ചെയ്തു അയലക്കാട്ടുകാർക്ക്. അല്ലാഹു ആ ഭാഗ്യം നിലനിർത്തി തരട്ടെ. അള്ളാഹു മനസ്സറിഞ്ഞാമി മറി അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അവർ നിറഞ്ഞ കാമിലായ ഖുത്ബാനിയത്തിന്റെ മഖാം എത്തിച്ച ശൈഖായിട്ട് അയലക്കാടിലേക്ക് തിരിച്ചു വന്നു. ഇതിന് തെളിവ് പറയാം. ഞാൻ അതിനിടയിൽ വീണ്ടും തെളിവ് പറഞ്ഞില്ല. എന്ത്? വത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്വീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കിൻ. ഇത് എപ്പോൾ ഇറങ്ങിയ ആയത്താ? ഇത് അൽ ബഖറ 102. ഈ ആയത്തിന് ഇറങ്ങാനുള്ള ഈ ആയത്തിന്റെ അടിസ്ഥാനം എന്താണ്? സയ്യിദ് ദാവൂദിനും അലൈഹിസ്സലാം സയ്യിദ് സുലൈമാനും ശേഷം അലൈഹിസ്സലാം ഇസ്രായേലിയർക്ക് ദീൻ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് വളർന്നു? സിഹർ വളർന്നു. അൽ ബഖറ 102. ഒത്തബഉ മാ തത്ലു ശയാത്തീൻ. ദീൻ നഷ്ടപ്പെട്ടപ്പോൾ ഇസ്രായേലിയർ പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് പിന്നാലെ പോയി. ഒരു ജനത ഇനി പറയേണ്ട ആവശ്യമില്ല. ഒരു ജനതയിൽ ദീൻ നഷ്ടപ്പെട്ടാൽ അവിടെ രാത്രി കാലങ്ങളിലെ പണികൾ നടക്കും. കൂടോത്രങ്ങള്, ആവശ്യമില്ലാതെ കളികള്, ജ്യോത്സ്യപ്പണികള്, പിശാചിനെ ആവാഹിക്കലുകള്, പിശാചിന്റെ ദുർബോധനങ്ങൾ, പിശാചിന്റെ വാക്ക് കേട്ട് കുട്ടികളെ കൊല്ലല്, ഇങ്ങനെ തുടങ്ങിയ പണികളെല്ലാം നടക്കും. ഇതൊക്കെ പിശാചിന്റെ ദുർബോധന. ഇതെല്ലാം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, മലബാറിൽ അത് കൊടികുത്തിവാണ ഒരു കാലഘട്ടത്തിലാണ് ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ നിറഞ്ഞ കമാലിയത്തിന്റെ ഖുത്ബാനിയത്തിന്റെ മഖാം എത്തിച്ച് നേരെ മലബാറിലേക്ക് അയലക്കാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നെ 101-ാമത്തെ വയസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ മരണം വരെ ഇവിടുത്തെ എല്ലാവിധ അന്ധവിശ്വാസങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയത് ഷെയ്ഖ് സിറാജുദ്ദീനാണ്. അതിന് ഒരാൾക്കും അവകാശമില്ല, ഒരാൾക്ക് പറയാനില്ല. ചില ആളുകൾ പറയും അന്ധവിശ്വാസത്തെ തച്ചത് ഞങ്ങളാണ്. അല്ല. എന്തുകൊണ്ട് അല്ല? ഒരു കുട്ടിയുടെ കയ്യിലുള്ള ഒരു നാശകാരിയായ സാധനത്തെ വാങ്ങി വെക്കണമെങ്കിൽ ഉപകാരപ്രദമായ ഒന്ന് കുട്ടിക്ക് തിരിച്ചു കൊടുക്കണ്ടേ? പിൽക്കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. പകരം കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് അന്നും ഇന്നും അവരെ പണി നടന്നിട്ടുമില്ല. നേരെ മറിച്ച് മശായിഖന്മാർ എന്ത് ചെയ്തു? മശായിഖന്മാർ ജ്യോത്സ്യപ്പണി കൊണ്ട് നടക്കുന്നതിനേക്കാൾ വലിയ പണി കറാമത്ത് കൊണ്ട് നടത്തി കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ എന്തിൽ നിന്ന് മാറി? ജ്യോത്സ്യന്മാരിൽ നിന്നും ആത്മീയ കള്ളവാദികളിൽ നിന്നും ആത്മീയവാദികളിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് യഥാർത്ഥ ദീനിലേക്ക് ജനങ്ങൾ മടങ്ങിയെത്തി. അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സിറാജുദ്ദീൻ. ഇനി ഞാൻ അവരുടെ മഖാമിനെ ഒന്ന് വിശദീകരിക്കാം. ഒരു കാര്യത്തിന്റെ കരുത്ത് മനസ്സിലാവുക, ആ കാര്യത്തിന്റെ ഉൽപ്പന്നത്തെ മനസ്സിലാക്കുമ്പോഴാണ്. വിത്ത് ഗുണം 10 ഗുണം. നമ്മൾക്കിത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ സമസ്തക്കാരാണ്, പക്ഷെ അറിയേണ്ടത് അറിയില്ല. നമുക്ക് അറിയേണ്ടത് അറിയൂല. നമ്മൾ ഏറ്റവും അറിയേണ്ട നാടാണ് ഏത്? അയലക്കാട്. പക്ഷേ എത്രക്കറിയും? വലിയ
ആലിമ്യങ്ങൾക്കറിയും ഉസ്താദ്മാർക്കറിയും. പക്ഷേ ഈ കുട്ടികളായ പുതിയ തലമുറയായ നമ്മൾക്ക് എത്ര അയലക്കാടിനെ അറിയും? അയലക്കാട് ഇല്ലെങ്കിൽ എന്ത് ശൈഖുന ശംസുൽ ഉലമയാക്കിയത് അയലക്കാട. ശംസുൽ ഉലമയുടെ ശൈഖാണ് ആര്? സയ്യിദ് സിറാജുദ്ദീൻ. എന്തിന്? ശംസുൽ ഉലമയുടെയും ശൈഖാണ് സ്വന്തം അനുജൻ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി. പറമ്പിൽ ബസാറിൽ അല്ലേ വഫാത്തായി കിടക്കുന്ന ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി കേട്ടിട്ടില്ലേ? വലിയ ദറജയൊത്ത കമാലുദ്ദീന, വലിയ ദറജയൊത്ത ശൈഖായിരുന്നു ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. എല്ലാം ലക്ഷണം ഒത്തോരാ. ഇന്ന് ഉസ്താദ്മാർ ചോദിച്ചപ്പോൾ ഞാൻ ഉസ്താദ്മാരോട് പറഞ്ഞ് കോയക്കുട്ടി മുസ്ലിയാരുടെ ആ കൊലയിൽ ഒരു പേട തേങ്ങ ഉണ്ടായിട്ടില്ല. ഇവരെ വാപ്പയാണ് ആര്? എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാർ. അതാണ് ഈ കെ എഴുത്തച്ചങ്കണ്ടി എന്ന് പറയാൻ കാരണം എന്താ? ബാലവി തങ്ങന്മാരുടെ യമനിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ റൈറ്റർമാരാണ് ഇവര്. ബഹുമാനപ്പെട്ട ബാലവി തങ്ങന്മാര് വലിയ പണിക്കാരും വലിയ ബിസിനസ്സുകാരും എല്ലാമായിരുന്നു. ഹലറമികൾ പൊതുവെ അങ്ങനെയാ. ഹലറമികൾ കച്ചവടക്കാരാ. ഇന്നും ലോകത്തെ കച്ചവടക്കാര് ഹലറമികളാ. ഹലറമികൾക്ക് പൊതുവെ അവരെ കുടുംബ പേരിൽ ബാ കൂടും. ബാ അലവി, ബാ ഫഖീഹ്, ബാ കൂടും. ഇത് ഹലറമികളുടെ കബീല സ്വഭാവ. ഈ ബാ ഉള്ളവരാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരൊക്കെ. യമനി കച്ചവടക്കാരും ഗൾഫിലൊക്കെ പോയാൽ ബാക്ഷൻ, ബാലബീദ്, ബാഫവന്, ഇതൊക്കെ ഗൾഫിലെ പ്രധാനപ്പെട്ട കച്ചവടക്കാരാ. ഇവരെല്ലാം അടിസ്ഥാനപരമായി ഹലറമികളാ. എല്ലാം അവരുടെയൊക്കെ അടിസ്ഥാനം ഹലറമികളാ. ഈ ഹലറമികളുടെ ബാലവി കബീലക്കാരുടെ റൈറ്റർമാരായ മഹത്തുക്കളുടെ ആയത് കൊണ്ട് ബാലവികളിലെ പ്രധാനപ്പെട്ട മഹാന്മാർ കേരളത്തിലേക്ക് വന്നപ്പോൾ കൂടെ വന്നതാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ വല്യപ്പ. അവർ വന്ന് താമസിച്ച ഏരിയക്ക് പേരിട്ടു എന്തിനാ വന്ന്? റൈറ്റർമാരായി വന്നതാ. റൈറ്റർമാരെ നേരെ മലയാളീകരിച്ചാൽ എന്താ പറയാ? എഴുത്തച്ഛൻ. താമസിച്ചത് കോഴിക്കോട് ഏരിയയിൽ കണ്ടി എന്ന് പറയും. എഴുത്തച്ഛൻ കണ്ടി. എഴുത്തച്ഛൻ താമസിക്കുന്ന സ്ഥലം. ആരാ എഴുത്തച്ഛൻ? കാത്തിബി. ഇവർക്ക് പൊതുവെ കാത്തിബി എന്ന് പറയും ചെയ്യും. ഉമറുൽ കാത്തിബി അല്ലേ? അബൂബക്കറുൽ കാത്തിബി, അഹമ്മദ് കാത്തിബി, ഹസനുൽ കാത്തിബി. മനസ്സിലാണ് പറഞ്ഞത്? അതാണ് ഈ കെ. എഴുത്തച്ഛൻ കണ്ടി. ഇതാണ് ഈ കെ. ഞാൻ ഈ കെ എന്ന കാത്തിനെ എങ്ങനെയാക്കാം? കാത്തിബി. അറബിയിൽ എഴുതുമ്പോൾ കാത്തിബി എന്ന് എഴുതാം. അബൂബക്കർ അൽ കാത്തിബി, ഉമർ അൽ കാത്തിബി, അഹമ്മദ് അൽ കാത്തിബി, ഹസൻ അൽ കാത്തിബി. അവരുടെ ഉപ്പയാണ് പിൽക്കാലഘട്ടത്തിൽ കോയക്കുട്ടി മുസ്ലിയാർ. ആദ്യം നിറഞ്ഞ മുദരിസ, അത്യാവശ്യം ജീവിക്കാനും ഉണ്ട്. അതുകൊണ്ട് ആർക്കും വില വെക്കൂല. എന്തെങ്കിലും ദുനിയാവിന്റെ അഹ്ലിയാർക്ക് വഴിപ്പെട്ടേണ്ടി വന്നാൽ പലകപ്പുറത്ത് കിതാബും കെട്ടി നേരെ നടക്കും. അങ്ങനെ നടന്ന സ്ഥലവും ഉണ്ട്. ദീനനുസരിച്ചല്ലാത്തൊരു വർത്തമാനം പറയില്ല. അവർക്ക് ഉണ്ടായ മക്കളാണ് ബഹുമാനപ്പെട്ട ആ മക്കളിൽ ഒരൊറ്റ ഒന്ന് മോശമില്ല. അവരാണ് 20ാം നൂറ്റാണ്ടിലും മലബാറിൽ ദീൻ നിയന്ത്രിച്ച്, സമസ്ത നിയന്ത്രിച്ച്. സമസ്ത എന്ന് പറഞ്ഞാൽ അത് ബാലവി മുല്ലത്ത് കോയ തങ്ങളും പാങ്ങക്കാരനും ഉണ്ടാക്കിയെങ്കിൽ ഇന്നത്തെ ഈ കാണുന്ന വിശാലമായ സർവ്വരാലും അംഗീകരിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള അതിന്റെ നവോത്ഥാന നായകൻ ആര് പറഞ്ഞാലും അതാരുമല്ല. ആരാണ്? ഇന്നത്തെ ഈ കാണുന്ന സമസ്തയുടെ പിതാവൻ, ആധുനിക സമസ്തയുടെ നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല. അതാരാണ്? ശൈഖുന ശംസുൽ ഉലമയാണ്. അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. അവരുടെ ശൈഖാരാ? അവരുടെ ശൈഖിന്റെ ശൈഖും ശൈഖ് സയ്യിദ് സിറാജുദ്ദീൻ. അതുകൊണ്ട് മലബാർ സമസ്തക്കാർ ഒരു നാടിനെ പുതിയങ്ങാടി വരക്കൽ മഖാം കഴിഞ്ഞാൽ അറിയാണെങ്കിൽ അറിയേണ്ടത് അയലക്കാടിനെയാണ്. എന്തുകൊണ്ട്? ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ അല്ലാഹു എനിക്ക് അനുവാദം തന്നാൽ ഞാൻ അത് ശൈഖ് സയ്യിദ് സിറാജുദ്ദീൻ എന്ന ആൾക്ക് ചെയ്യും എന്ന് ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ അല്ലാഹു എനിക്ക് അനുവാദം തന്നാൽ അത് ഞാൻ അയലക്കാട് കിടക്കുന്ന ശൈഖ് സയ്യിദ് സിറാജുദ്ദീന്റെ മഖബറക്ക് മുന്നിൽ നടത്തും എന്ന് മഹാനായ ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അത്രയും ശൈഖുൽ ഫനാ ആയ ആളാണ് ആര്? ശംസുൽ ഉലമ. ശൈഖുൽ ഫനാ ആളാണ്. അതിനാണ് ശൈഖുൽ ഫനാ എന്നത്. എന്തിനാ അതൊക്കെ പറയുന്നത്? ഒരിക്കൽ മഹാനായ അവർക്ക് എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാരുടെ മക്കൾ സയ്യിദ് സിറാജുദ്ദീന്റെ മക്കളാ. ഞാൻ അനുഭവം പറയാ.
ഞാനൊരു അനുഭവം പറയാം. ബഹുമാനപ്പെട്ട KV തന്നെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദിനോട് പറഞ്ഞ ഒരു അനുഭവം പറയാം. KVക്ക് ഇതിൽ വലിയ റോളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. KVക്ക് ഇതിൽ വലിയ റോളുണ്ട്. ഒരിക്കൽ അയിലക്കാട് ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ മഖ്ബറ സിയാറത്തിന് വേണ്ടി വന്നു മഹാനായ കാമിലായ ഷെയ്ഖായ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹ്, അല്ലാഹുവിന്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അങ്ങനെ വന്ന് മഖ്ബറയൊക്കെ സിയാറത്ത് കഴിഞ്ഞിട്ട് നേരെ ശംസുൽ ഉലമയുടെ തറവാട്ടിലേക്ക് പോയി. ശ്രദ്ധിക്കണേ. പറമ്പിൽ ബസാറിലുള്ള അവരുടെ തറവാട്ടിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, വീട്ടുകാരെ, നിങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ ഞങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സലാം പറയാൻ വേണ്ടി വന്നതാ. ഏത് സയ്യിദ് സിറാജുദ്ദീൻ? പറയ്. മഖ്ബറക്കുള്ളിൽ മഖ്ബറക്കുള്ളിൽ മരിച്ചു കിടക്കുന്ന ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ നിങ്ങൾക്കെല്ലാം സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ഇനി അവരടുത്ത് പോയാൽ സലാം പറയണം. എന്നാൽ അവരെ തറവാട്ടിൽ ചെന്നാൽ ഈ വലിയ പൗറ് നടിക്കരുത്, അവരൊക്കെ എന്റെ കുട്ടികളാണ്. അപ്പോൾ സയ്യിദ് സിറാജുദ്ദീന്റെ മക്കളാണ് ഒരു നിലക്ക്. ആര്? ആത്മീയമായി മക്കളാണ്. ആര്? ബഹുമാനപ്പെട്ട ഉമറുൽ ഖാത്തിബി തങ്ങളും ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ കാമിലായ ശൈഖാണ്. കമാലുദ്ദീൻ എന്നവർക്ക് നാമകരണം ചെയ്തിട്ടുള്ളതും ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളാണ്. ആർക്ക്? ഉമറുൽ ഖാത്തിബി തങ്ങൾക്ക്. ഉമറുൽ ഖാത്തിബി എന്നാൽ ആരാ? പറമ്പിൽ ബസാറിൽ കിടക്കുന്ന മഹാനായ ഉമറുൽ ഖാത്തിബി എന്നാൽ ഖാദിരിയത്തിന്റെ പകരം വെക്കാനില്ലാത്ത സുൽത്താനാണ് മലബാറിൽ. അവരുടെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട ആര്? മഹാനായ ഷെയ്ഖുന സയ്യിദ് സിറാജുദ്ദീൻ അൽ ഐലക്കാടി റഹ്മത്തുള്ളാഹി അലൈഹി. ഷെയ്ഖുനാക്ക് 2 ഷെയ്ഖന്മാർ. ഒന്ന് ഷെയ്ഖുനയുടെ ഷെയ്ഖാണ് ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ. അവർ ഏൽപ്പിച്ചു കൊടുത്ത ഷെയ്ഖുമാണ് ആര്? ഷെയ്ഖുമാരിൽ നിന്ന് മുർഷിദുമാരെ കിട്ടും. മനസ്സിലായില്ലേ? ചില ഷെയ്ഖുമാർ മുർഷിദുമാരെ കൊടുക്കും. ഷെയ്ഖാണെങ്കിലും ഒരു മുർഷിദിനെ കൊടുക്കും. ആ മുർഷിദാണ് ആര്? ബഹുമാനപ്പെട്ട ഉമറുൽ ഖാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി. ഏട്ടന്റെ ഷെയ്ഖ് അനുജൻ, ഏട്ടന്റെയും അനുജന്റെയും ഷെയ്ഖാണ് ആര്? സയ്യിദ് സിറാജുദ്ദീൻ. ആ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ റഹിമഹുള്ളയുടെ ആ ചിറകിന്റെ കീഴിലാണ് സമസ്ത എന്നൊരു സംഗതി ഇന്ന് നിലനിൽക്കുന്നത്. സംശയിക്കണ്ട. ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന ശംസുൽ ഉലമ റഹിമഹുള്ളയുടെ തണലിലാണ് ബഹുമാനപ്പെട്ട സമസ്ത 996 അവൾ വഫാത്തായെങ്കിലും ആ തണലിലാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇന്നും നിലനിൽക്കുന്നത്. അല്ലാഹു നമ്മുടെ ഇസ്സത്തിനെ നിലനിർത്തി തരട്ടെ. 10-25 കൊല്ലമായിട്ടുണ്ടെങ്കിലും ഇന്നും ആ ഒരു തണലാണ്. അപ്പോൾ ഇതിവിടെ പറയാനുള്ള കാരണം എന്ത്? ഒരിക്കലും സമസ്തക്കാരായ നമ്മൾ, സുന്നികളായ നമ്മൾ ഒരു കാരണവശാലും സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളെ മറക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മളാക്കിയത് ഐലക്കാടിൽ നിന്നാണ്. എന്റെ ഈ പ്രഭാഷണത്തിന്റെ ഒരു പ്രഥമമായ ലക്ഷ്യവും അതന്നെയാണ്. എന്ത്? വളരെ കുറഞ്ഞ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ മാത്രമേ ഐലക്കാടിലേക്ക് സിയാറത്തിന് പോകും. പഴയ തലമുറയിൽ ധാരാളം ഉണ്ട്. ഇന്ന് നിൽക്കുന്ന വലിയ സ്ഥലമാരും വലിയ ബന്ധമുണ്ട്. ഒന്ന് ജിഫിൽ മുത്തുക്കോയ തങ്ങൾ, ജിഫിൽ മുത്തക്കോയ തങ്ങൾക്ക് ഷെയ്ഖുന ശംസുൽ ഉലമ. അവരെ ഷെയ്ഖാണ് ആര്? സയ്യിദ് സിറാജുദ്ദീൻ. ഇത് നിങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളോട് ചോദിക്കുക, ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, അവരുടെ ഷെയ്ഖാണ് ഷെയ്ഖുന ശംസുൽ ഉലമ. ശംസുൽ ഉലമയുടെ ഷെയ്ഖാണ് ആര്? ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ന് ജീവിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ്. അവരുടെ ഷെയ്ഖാന ഷെയ്ഖുന ശംസുൽ ഉലമ. അവരുടെ ഷെയ്ഖോ ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ ഐലക്കാടി. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഏത് നിലക്ക് പരിശോധിച്ചാലും കേരളത്തിലെ മലബാറിലെ സുന്നികൾക്ക് മറക്കാൻ കഴിയാത്ത പാടില്ലാത്ത പ്രദേശമാണ് ഐലക്കാടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ സ്ഥാനത്തെ നമ്മൾ തിരിച്ചറിയണം. അവരെ കൊണ്ട് നാട്ടിന് കിട്ടിയ മഹത്വത്തെ നമ്മൾ അറിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.